ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, സുഖമല്ല എല്ലാവർക്കും. ഇന്ന് അവധി ആയതുകൊണ്ട് ഞാൻ ലേറ്റായിട്ടാണ് എണ്ണീറ്റത്. ഉറക്കമൊന്നും ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു ഗൈസ്. നോക്ക്, കണ്ണിനടിയിലെ കറുപ്പൊക്കെ, സൗന്ദര്യമൊക്കെ ഒരുപാട് ഇനി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഒരാൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്തതാണ്. പ്രസാദ് സിറ്റി എത്തിയിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാണ്, നമുക്ക് പോയിട്ട് നോക്കാം. ആൾ കാര്യമായിട്ട് മുടിയിൽ മിനുക്കുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളുത്തതൊക്കെ കറുപ്പിച്ച് ഹീറോ ആവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഡാഡി ഗിരിജ സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം നമ്മളൊന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു കോൾ ഒക്കുമോ നോക്കാം. അപ്പം നല്ല പോലെ വിശക്കുന്നുണ്ട് ഗൈസ്. അടുക്കളയിൽ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് റെഡിയാവാം. ഇന്നലെ കഴിച്ച ചോറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് സാമ്പാർ കുറച്ച് ഏറെയാണ് എനിക്കിഷ്ടം. പിന്നെ ദേ ഈ തോരൻ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ തോരനും കൂടെ കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട്, പിന്നെ വേറെ ഇപ്പം എന്തും ഇവിടെ ഉള്ളത്, മാങ്ങാച്ചാറുണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ തട്ടാം. ഹൈ അപ്പം നമ്മുടെ പഴങ്കഞ്ഞി റെഡിയാണ് ഗൈസ്. കണ്ട, ഞാനിതിൽ ചോറ്, ഇന്നലത്തെ സാമ്പാർ, മീൻകറി, തോരൻ, അച്ചാർ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാം. അപ്പം ഞാനിത് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞാൻ നല്ല റെഡിയായി സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. ഡാഡി കൂളിൻ്റെ സെറ്റപ്പ് എന്തായെന്ന് നോക്കാം. അച്ഛാ റെഡിയായോ? ആരിത് കുളിച്ചൊരുങ്ങി വരുന്ന മമ്മൂട്ടി മാറി നിൽക്കുമല്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഒന്ന് ടൗണിൽ കറങ്ങിയിട്ട് വരാം. വണ്ടി ഓടിക്കുമ്പോൾ ടാബ് എടുത്തതിന് അച്ഛൻ്റെ വായിൽ നിന്ന് നല്ലത് കിട്ടുന്നുണ്ട്. ട്രാഫിക് ഈസ് ദ ബ്ലോക്കിംഗ് ഗൈസ്. ഒടുക്കത്തെ ചൂടാ. ഈ ചൂടത്ത് പുറത്ത് പോയാൽ സൂര്യാഘാതം ഏൽക്കുമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ടൗൺ എത്തി. ഇത് ആ കാണുന്നതാണ് ചുട്ടിപ്പാറ. പുതിയ KSRTC ബസ് സ്റ്റാൻഡ് അല്ലേ ഗൈസ് ഈ കാണുന്നത്? ഇതിത്ര വൻ സെറ്റപ്പ് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം അത് തന്നെ വാങ്ങിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് നോക്ക് ഗൈസ്. നെസ്റ്റ് ബേക്കറി. ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാം. മൊത്തത്തിലുള്ള ആംബിയൻസ് ഒക്കെ രസമുണ്ട്. അറേഞ്ച്മെൻറ്റ്സ് ആയാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അതെന്താ അത്? ബെസ്റ്റി സ്പോട്ട്. ഓഹോ, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം കൊണ്ടുവന്നു. ഇതാണ് ഐറ്റം. എനി ഗെസ്സസ് ഗൈസ്? ഞാൻ ഓർഡർ ചെയ്തത് പുട്ട് ഐസ്ക്രീമാണ്. സംഭവം എന്തേ കളറായിട്ടുണ്ട്. ഇതിൽ 1 2 3 4 ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട്. അതിൻ്റെ മേളിൽ ഇവർ ഇത് ഈ ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിക്കും. നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാനായിട്ട്? വാനില, സ്ട്രോബെറി, പിസ്ത, ബട്ടർ സ്കോച്ച്, പിന്നെ എന്തൊക്കെയോ കുറേ ഡ്രൈ ഫ്രൂട്ട്സും ചെറിയും എല്ലാം കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത് അച്ഛനാണ്. തണുപ്പ് ചെറിയ സീനാണെന്ന് തോന്നുന്നു, പക്ഷെ ആകെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ ഒരാൾ ഓടിപ്പോയി മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നു. രണ്ടും കൂടെ തീർക്കാൻ കുറച്ച് പെടും. മുക്കാലും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറയുവാന്നേ, അയ്യോ ഷുഗർ ഉള്ള കാര്യം മറന്നുപോയെന്ന്. എന്നിട്ട് പറയാ, ഈ ലാസ്റ്റ് സ്പൂണും കൂടെ കഴിച്ചിട്ട് ഞാൻ നിർത്തുവാന്നേ. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 16 വട്ടം പറഞ്ഞു, അനതയ്ക്കൂടൊന്ന് വാങ്ങിക്കായിരുന്നു. അനതയ്ക്കൂടൊന്ന് വാങ്ങിച്ചാലോ പാറുമോളെ? സ്നേഹം കാണുന്നുണ്ടോ ഗൈസ്? അങ്ങനെ ഞങ്ങൾ വെട്ടി ജയിച്ച് പുട്ട് ഐസ്ക്രീം തീർത്ത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് യാത്രയാവുകയാണ് ഗൈസ്. വീടെത്തിച്ചേരണം. അപ്പം ശരി, ടാറ്റാ, ബൈ, സീ യു നെക്സ്റ്റ് ടൈം.